ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു കുഞ്ഞൻ ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പവർ ബാങ്കാണ്. ഈ പവർ ബാങ്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നേരത്തെ ഒരു റീലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് മനസ്സിലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളോ നിങ്ങളുടെ കൂട്ടുകാർക്കോ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യണം, എന്നാൽ കൃത്യമായിട്ട് അറിയത്തില്ല എങ്കിൽ അവർക്കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് ഈ വീഡിയോയ്ക്ക് ഒരു 10 ലൈക്ക് ഞാൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതിലോട്ട് എത്താൻ എല്ലാവരും സഹായിക്കുന്നതായിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഉണ്ടാക്കുന്ന വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ പവർ ബാങ്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന കമ്പോണൻസ് എന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ ഇത് പവർ ബാങ്ക് മൊഡ്യൂളാണ്. ഇതൊരു 5 വോൾട്ടിൻ്റെ പവർ ബാങ്ക് മൊഡ്യൂളാണ്. ഈ മൊഡ്യൂൾ ഞാൻ ഓൺലൈനാണ് മേടിച്ചേക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുകൊണ്ട് നമുക്ക് വേണ്ട ഒന്നാണ് 2 ബാറ്ററീസ്. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് 3.7 വോൾട്ടിൻ്റെ 1200 mAh വരുന്ന 2 ലിഥിയം ബാറ്ററീസാണ്. അതുകൊണ്ട് തന്നെ ബാറ്ററി ഇടാൻ വേണ്ടി ഒരു കേസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയും കമ്പോണൻസ് നമുക്ക് ഇത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ. അതിനു മുമ്പ് നമുക്ക് ഈ ബാറ്ററി കണക്ട് ചെയ്യേണ്ടത് പാരലായിട്ടാണ്, സീരീസ് ആയിട്ടല്ല. അപ്പോൾ ഈ സീരീസും പാരലും എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതറിയാവുന്നവർ ഈ വീഡിയോ അവിടെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട്. മൾട്ടിമീറ്റർ നമുക്ക് ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കാം. ഇതിൻ്റെ വോൾട്ടിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു ബാറ്ററിയുടെ വോൾട്ടേജ് എത്ര ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. 3.8 കാണിക്കുന്നുണ്ട് ഒരു ബാറ്ററിക്ക്. അങ്ങനെ 2 ബാറ്ററി നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് 2 ബാറ്ററിക്ക് ഏകദേശം 3.8 വോൾട്ടേജ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ആദ്യം സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് നോക്കാം. സീരീസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് പോകുന്നതിനാണ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പോസിറ്റീവും ഈ നെഗറ്റീവും, അതായത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലും അടുത്ത ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലും ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ അപ്പുറം ഇപ്പുറം വരുന്ന വോൾട്ടേജ് ചെക്ക് ചെയ്ത് നോക്കാം. ഏകദേശം 7.62 വോൾട്ട് നമുക്ക് കാണിക്കുന്നുണ്ട് ഔട്ട്. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ 2 ബാറ്ററിയുടെയും കൂട്ടിയുള്ള വോൾട്ടേജാണ് നമുക്ക് കാണിക്കുന്നത്. അടുത്ത പാരലായിട്ട് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് മൾട്ടിമീറ്റർ ഒരുമിച്ച് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് വയർ വെച്ച് നിന്ന് ജോയിൻറ്റ് ചെയ്യാൻ പോവാണ്. 3.8 വോൾട്ട് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരിക്കലും വോൾട്ടേജിൽ വ്യത്യാസം വരുന്നില്ല. അതാണ് ഇതിൻ്റെ നമ്മൾ വ്യത്യാസം. അപ്പോൾ നമുക്ക് എന്തായാലും പവർ ബാങ്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് പാരലായിട്ട് വേണം കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പവർ ബാങ്കിൻ്റെ വർക്കിലോട്ട് പോകാം. ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ബാറ്ററിയുടെ കേസിനകത്തോട്ട് നമുക്കിനി ഈ വയറുകളെല്ലാം സോൾവ് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ബാറ്ററിയുടെ പോസിറ്റീവ് വരുന്ന 2 സൈഡിലും ഒരേ ഡയറക്ഷനിലാണ്. അപ്പോൾ ഈ ഡയറക്ഷനിലോട്ട് നമുക്കൊരു വയർ സോൾവ് ചെയ്തെടുക്കാം. അതുകൊണ്ട് നെഗറ്റീവിൻ്റെ വയറിൽ ഓരോ വയർ സോൾവ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും വരുന്ന ഡയറക്ഷനിലെ കണക്ഷൻസ് എല്ലാം ഒരുമിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്ററിയുടെ കേസിലോട്ട് പവർ ബാങ്കിൻ്റെ മൊഡ്യൂൾ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏതൊക്കെ രീതിയിൽ നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഇതിൻ്റെ ബോഡിയൊക്കെ നിർമ്മിക്കാൻ പറ്റും. ഇപ്പോൾ ഞാനത് സിമ്പിളായിട്ട് അങ്ങ് നിർമ്മിക്കുന്നേ ഉള്ളൂ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്ററിയിൽ നിന്ന് വരുന്ന പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് ഇവിടോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഇതിൽ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ഇരുന്ന 2 ടെർമിനലുണ്ട്. അതിലോട്ട് നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളങ്ങനെ അതും സോൾവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബാറ്ററി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്ത പവർ ബാങ്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാനൊരു USB കേബിൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പോർട്ടിലോട്ട് കുത്തി കൊടുക്കാം. കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫോണുണ്ട്, അതിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ ചാർജ് കയറുന്നത്? ഓക്കെ, നമ്മുടെ പവർ ബാങ്ക് ഇപ്പോൾ സക്സസ്ഫുള്ളാണ്. അപ്പോൾ ഇത് ചാർജ് കയറുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ചുവന്ന ഇൻഡിക്കേഷൻ ഈ ബോർഡിനകത്തുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. ഈ ഒരു ചുവന്ന ഇൻഡിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പവർ ബാങ്ക് നമുക്ക് തിരിച്ച് റീചാർജ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഒരു ടൈപ്പ് സി പോർട്ട് ഈ ബോർഡിൻ്റെ തൊട്ട് മേളിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ടൈപ്പ് സി ഫീമെയിൽ പോർട്ടാണ്. അപ്പോൾ നമുക്ക് ടൈപ്പ് സി കേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് തിരിച്ച് പവർ ബാങ്ക് ചാർജ് ചെയ്യാനും പറ്റും. ചാർജ് ചെയ്യുമ്പോഴും ചുവന്ന ഇൻഡിക്കേഷൻ കത്തി കിടക്കും. ചാർജ് ഫുൾ ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ചാർജ് കയറി എന്നുള്ളത്. അപ്പോൾ ഈ ബാറ്ററിയും കാര്യങ്ങളെല്ലാം വരുന്നത് ചൈനീസ് മാർക്കറ്റിൽ നിന്നാണെങ്കിലും ഇതിൻ്റെ ലാസ്റ്റിംഗ് കപ്പാസിറ്റി ഏകദേശം 5 മണിക്കൂറോളം നിൽക്കുന്നുണ്ട്. ഞാൻ അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുകൊണ്ട് ഒരു പവർ ബാങ്ക് ഉണ്ടാക്കി നോക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പവർ ബാങ്കായിട്ട് മാത്രമല്ല യൂസ് ചെയ്യുന്നത്. നമുക്കിത് ഉപയോഗിച്ച് അത്യാവശ്യം ലൈറ്റ് കത്തിക്കാൻ, കറണ്ട് പോകുന്ന സമയത്ത് അങ്ങനെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മൊഡ്യൂൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഇതുകൊണ്ടുള്ള ബാറ്ററീസ് റീചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റീചാർജ് മൊഡ്യൂൾ മേടിക്കേണ്ട ആവശ്യമില്ല. ഇതുകൊണ്ടൊരു പവർ ബാങ്കിൻ്റെ കൊച്ചു മൊഡ്യൂൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ബാറ്ററീസ് ഇതുകൊണ്ട് ബാറ്ററി കേസ് വേണമെന്നേ ഉള്ളൂ. ഇതുകൊണ്ട് ഇട്ടിട്ട് നമുക്ക് ബാറ്ററി റീചാർജ് ചെയ്യാനും ഇത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ പല ഉപയോഗങ്ങളുള്ളൊരു ചെറിയ ബോർഡാണിത്. അപ്പോൾ എന്തായാലും നിങ്ങളത് ഉണ്ടാക്കി ട്രൈ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ FBയിലായാലും ഇൻസ്റ്റയിലായാലും എനിക്ക് 2 അക്കൗണ്ട്സ് ഉണ്ട്. അതിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ മെൻഷൻ ചെയ്തേക്കാം. അതിലൊന്ന് സപ്പോർട്ട് വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.